അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ, ഇത് കേന്ദ്രീകൃതമായൊരു തട്ടിപ്പാണ് എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. ഇത് കോൾ സെന്ററുകൾ വഴിയാണ് ചെയ്യുന്നത് എന്ന് പറയുന്നു. ഓട്ടോമേറ്റഡ് രീതി ഉപയോഗിച്ചുള്ള നീക്കം ചെയ്യലുകളാണ് സംഭവിച്ചിട്ടുള്ളത് എന്ന് പറയുന്നു. അത് എങ്ങനെയാണ് എന്ന് ചോദിക്കുമ്പോൾ ഉന്നയിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടതുണ്ട്. ആ മറുപടികൾ കിട്ടുന്നില്ല. ഇങ്ങനെ സാധ്യമല്ല, അങ്ങനെ ചെയ്യാൻ സാധിക്കില്ല എന്നൊരു മറുപടി മാത്രമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത്. ആ ഉത്തരം കൃത്യമാണോ എന്നൊരു ചോദ്യമുണ്ട്. കഴിഞ്ഞ രാഹുലിൻ്റെ ആരോപണങ്ങൾ, വോട്ട് ചോരി ആരോപണങ്ങൾക്ക് ശേഷം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാധ്യമങ്ങളെ കണ്ടിരുന്നു. അന്ന് ഇഷ്ടമുള്ള ചോദ്യങ്ങൾക്ക് മാത്രം മറുപടി പറഞ്ഞ് വാർത്താസമ്മേളനം അവസാനിപ്പിക്കുകയായിരുന്നു. അപ്പോഴും ചോദ്യങ്ങൾക്ക് മുഴുവനായിട്ടുള്ള ഉത്തരം നൽകിയില്ല, മുഴുവൻ ആരോപണങ്ങൾക്ക് ഉത്തരം നൽകിയിട്ടില്ല എന്നുള്ളത് നമ്മുടെ മുന്നിലെ യാഥാർത്ഥ്യമാണ്. ഈ വിഷയത്തിലും മറുപടി പറയാനുള്ള സാധ്യത അങ്ങ് എത്രത്തോളം കാണുന്നുണ്ട്? അതെ, ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ജനാധിപത്യ മാർഗത്തിൽ ചെയ്യാൻ കഴിയുന്ന ഏറ്റവും മാന്യമായ രീതിയിൽ രാഹുൽ ഗാന്ധി ഇന്ന് ചെയ്തത് എന്താണ്? ഒരു പ്രധാനപ്പെട്ട വിഷയം അതിൻ്റെ എല്ലാ ഗൗരവ സ്വഭാവത്തോടു കൂടി അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനം കണ്ടവർ ശ്രദ്ധിച്ചു കാണും. ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങളും തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. ഇപ്പോൾ എന്തുകൊണ്ടാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ, എച്ച് ബോംബ് അതല്ല എന്ന് പറയുന്നത്, അത് വേറെ കുറെ കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. അത് തെളിവുകൾ കിട്ടിയിട്ട് ശക്തമായ തെളിവുകളുടെ അതിന്റെ സാന്നിധ്യത്തിൽ അതോട് കൂടി മാത്രമേ, സ്ഥാപിക്കപ്പെട്ട തെളിവുകളോട് കൂടിയാണ് ഞാൻ ഓരോ കാര്യങ്ങളും പറയുന്നതെന്നാണ് പറയുന്നത്. അപ്പൊ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ വളരെ സീരിയസ് ആയിട്ട് റിസർച്ച് ചെയ്തിട്ട് കാര്യങ്ങൾ കണ്ടെത്തിയിട്ട് ഫുൾ പ്രൂഫ് ആയിട്ടുള്ള ഒരു മെക്കാനിസം, അത് നേരത്തെ BJP പ്രതിനിധി പറഞ്ഞതുപോലെ അല്ല. അത് കുറച്ച് 2023 കർണാടകത്തിലെ CID ആയിക്കൊള്ളട്ടെ, ആരെങ്കിലും ആയിക്കോട്ടെ, ആര് ഭരണത്തിലിരുന്ന സമയത്തായിക്കൊള്ളട്ടെ, കത്തുകൾ അയക്കുന്നു, വിവരങ്ങൾ ചോദിക്കുന്നു. ഈ വിവരങ്ങൾ എന്തൊക്കെയാണ്? അവരാവശ്യപ്പെട്ട വിവരങ്ങൾ, ഈ എങ്ങനെയാണ് വോട്ടുകൾ ഡിലീറ്റ് ചെയ്യപ്പെട്ടത്, വോട്ടറുടെ പേര് എങ്ങനെയാണ് ഡിലീറ്റ് ചെയ്യപ്പെട്ടത്, ആരാണ് ഈ ഫോൺ കോള് നടത്തുന്നത്, രാവിലെ 4 മണിക്ക് ആരാണ് ഈ ഫോൺ എടുത്ത് വെച്ച് ഇത് പ്രവർത്തിപ്പിക്കുന്നത്, എവിടെ നിന്നാണ് ഈ ഫോൺ കോളുകൾ വരുന്നത്, അതിന് ഉപയോഗിച്ചിരിക്കുന്ന സോഫ്റ്റ്വെയർ എവിടെയാണ്, ഇതിന്റെ ഈ ഇലക്ഷൻ പ്രോസസ്സ് എങ്ങനെയാണ് ഒരു പേര് ഡിലീറ്റ് ആകുന്നത്. പിന്നെ വേറൊരു മണ്ഡലത്തിലെ കാണിച്ചു, അഡീഷൻ ആണ്, അവിടെ എങ്ങനെയാണ് പേരുകൾ പെട്ടെന്ന് കൂട്ടിച്ചേർക്കപ്പെടുന്നത്. ഇതെല്ലാം അസ്വാഭാവികമായിട്ടുള്ള ഒരു പ്രക്രിയയാണ് എന്ന് അദ്ദേഹം പറയുകയാണ്. ഞാൻ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവാണെന്നുള്ള ഉത്തരവാദിത്വത്തോടു കൂടിയാണ് പറയുന്നത്. ആർക്കെതിരെയാണ്? ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇലക്ഷൻസ് നടത്താൻ ബാധ്യസ്ഥമായിട്ടുള്ള ഭരണഘടനാ സ്ഥാപനത്തിലിരിക്കുന്ന ചീഫ് ഇലക്ഷൻ കമ്മീഷണറെയാണ് വെല്ലുവിളിച്ചിരിക്കുന്നത്. നേരത്തെ താങ്കൾ കണ്ടു കാണും, ഇന്ത്യ ടുഡേ കോൺക്ലേവില് വിരമിച്ച 3 ചീഫ് ഇലക്ഷൻ കമ്മീഷണർമാരാണ് പറഞ്ഞത്, ഇങ്ങനെ പ്രതിപക്ഷ നേതാവ് വളരെ ഗൗരവമായിട്ടുള്ള ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ വെറുതെ അങ്ങനെയൊന്നും ഇല്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കാൻ കഴിയില്ല. ഇലക്ഷൻ കമ്മീഷന് ഇത് വിശദീകരിക്കാനുള്ള ബാധ്യതയുണ്ട്. തെളിവുകൾ അവരുടെ പക്കത്താണ്. എങ്ങനെയാണ് ഈ പ്രോസസ്സ് നടക്കുന്നത്, ഇതിൽ ആരോപണത്തിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ, എന്താണ് പ്രതിപക്ഷ കക്ഷികൾ ഭയക്കുന്ന കാര്യം, ഈ വോട്ടർ പട്ടികയിൽ നിന്ന് പേരുകൾ നീക്കം ചെയ്യുന്ന സംവിധാനം എന്താണ്, അത് ചെയ്തിട്ടുണ്ടെങ്കിൽ ആരാണ് ഇതിന് പിന്നിലുള്ളത്, ഈ കോൾ ഡേറ്റ റിവീൽ ചെയ്യുന്നതുകൊണ്ട് എന്താണ് കുഴപ്പം, ഇത്രയും കാര്യങ്ങൾ അദ്ദേഹം പറയുന്ന. വേറൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ ശ്രീ മീരാൻ ചൂണ്ടിക്കാണിച്ച കാര്യം തന്നെയാണ് എന്റെയും മനസ്സിലുള്ള ഒരു പേടി. അതായത് പ്രതിപക്ഷ നേതാവാണ് ഞാൻ, ഭരണഘടന ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി ഇപ്പോൾ സമരക്കളത്തിൽ ഇറങ്ങിയിരിക്കുകയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം പറയുന്നത് സാധാരണ ഒരു സംവിധാനത്തിൽ ഈ ജനാധിപത്യം നല്ല രീതിയിൽ മികച്ച രീതിയിൽ നടത്തിക്കൊണ്ടു പോവുകയാണെങ്കിൽ പ്രതിപക്ഷ നേതാവിന് ഒരു പക്ഷേ ഇങ്ങനെ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ട ഒരു ഘട്ടം വരുന്നില്ല. അവിടെ നിഷ്പക്ഷമായിട്ട് പ്രവർത്തിക്കാൻ ബാധ്യസ്ഥമായിട്ടുള്ള ഭരണഘടനാ സ്ഥാപനം ഇലക്ഷൻ കമ്മീഷൻ അവരുടെ ജോലി ചെയ്യുകയാണെങ്കിൽ, നേരത്തെയും ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട് പല സന്ദർഭങ്ങളിൽ, നേരത്തെ ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ അടിയന്തരാവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും ഇതുപോലെ ഓരോ സംവിധാനങ്ങളും, ഈ ഇൻഡിപെൻഡന്റ് ആയിട്ട് പ്രവർത്തിക്കാൻ ബാധ്യസ്ഥമായിട്ടുള്ള ഭരണഘടനാ സംവിധാനങ്ങൾ ഭരണകക്ഷിക്ക് അനുകൂലമായിട്ട് അതിനകത്തുള്ള ആളുകൾ തന്നെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള ഒരു ആരോപണം വന്നിട്ടില്ല ഇത്ര രൂക്ഷമായിട്ടുള്ള രീതിയിൽ. ഇതിന്റെ പ്രശ്നം വരുന്നത്, നേരത്തെ അദ്ദേഹം ചൂണ്ടിക്കാണിച്ച ആ ഒരു എക്സാമ്പിൾ എനിക്കും തോന്നുന്നത്, പല രാജ്യങ്ങളിൽ, അതായത് BJP പ്രതിനിധി അത് തന്നെ പറഞ്ഞു, അമേരിക്കയിലെ എക്സാമ്പിൾ എനിക്ക് ഉണ്ടാകുന്ന പേടി അത് തന്നെയാണ്. ഇപ്പൊ ലോകത്ത് ഈ സ്ട്രോങ് മാൻ എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട്. അത് അവരെല്ലാം പറയുന്ന റീസണിങ് ഇതാണ്. അമേരിക്കയിലാണെങ്കിലും പ്രസിഡന്റ് ട്രംപ് പറയുന്നത്, ഇവിടെ എന്നെ അട്ടിമറിക്കാൻ ശ്രമം നടത്തുകയാണ്. അവിടെ ജെറിമാൻഡറിങ്, പല സ്റ്റേറ്റുകളിലെയും നമ്പർ കൂട്ടിയിട്ട് ഭരണത്തിൽ എപ്പോഴും റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ആൾ ജയിച്ചു വരുന്ന രീതിയിലാക്കാനായിട്ട് ഇദ്ദേഹം ഒരു ശ്രമം നടത്തുന്നു. പല ജനാധിപത്യ സംവിധാനങ്ങളിലെ ജനാധിപത്യ സ്വഭാവം ചോർന്നൊലിക്കുകയും ഒരു തീവ്ര വലതുപക്ഷത്തിന്റെ ആളുകളായിട്ട് വരുന്നവര് ഭരണത്തിൽ വീണ്ടും കണ്ടിന്യൂ ചെയ്യാനായിട്ട് പല പല മെത്തേഡ്സ്, അത് ജനാധിപത്യത്തെ നേരിട്ടും അല്ലാതെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ ചുറ്റുമുള്ള രാജ്യങ്ങൾ, പാകിസ്ഥാൻ മാത്രമല്ല, ഇപ്പൊ നേപ്പാളിൽ നടക്കുന്നു, ബംഗ്ലാദേശിൽ നമ്മൾ കണ്ടു, ശ്രീലങ്കയിൽ നേരത്തെ ഉണ്ടായിരുന്നു. ആ ഒരു ട്രെൻഡ് ഇന്ത്യയിലും, ഇത് ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ. അപ്പോൾ പ്രതിപക്ഷ നേതാവ് ഇന്ന് പറഞ്ഞത് എന്താണ്?
എനിക്ക് ഇത്രയേ ചെയ്യാൻ കഴിയൂ, ബാക്കി ജനങ്ങളുടെ കയ്യിലാണ്. അതിന്റെ അർത്ഥം BJP പ്രതിനിധി പറയുന്നത് പോലെ എന്തുകൊണ്ടാണ് കോടതിയിലേക്ക് പോയിക്കൂടെ എന്ന ചോദ്യം മാധ്യമങ്ങളും ചോദിക്കുന്നുണ്ടെന്ന് BJPയും ചോദിച്ചത് അതാണ്. കോടതിയിൽ പോയി പറയൂ എന്ന്. അപ്പോൾ കോടതിയെ വിശ്വസിക്കേണ്ട എന്നാണോ, കോടതിയിൽ എടുക്കുന്ന കാലതാമസത്തിന് കാത്തു നിൽക്കുന്നില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? അല്ല, എല്ലാ സംവിധാനങ്ങളും ഉപയോഗിക്കുന്നുണ്ടല്ലോ. പാർലമെന്റിൽ ഇംപീച്ച്മെന്റ് പ്രൊസീഡിംഗ് തുടങ്ങിയെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇംപീച്ച്മെന്റിനുള്ള നോട്ടീസ് കൊടുക്കുന്നു, പ്രതിപക്ഷ കക്ഷികള് ചീഫ് ഇലക്ഷൻ കമ്മീഷണറെ ഇംപീച്ച് ചെയ്യാനായിട്ട് ആദ്യമായിട്ടൊരു ശ്രമം നടത്തുന്നു. അത് ജനാധിപത്യപരമായ മാർഗമാണ്. അവിടെ ഒരുപക്ഷെ സഭയിലെ നാഥൻ, പാർലമെന്റിലെ സ്പീക്കർ, ലോക്സഭയിലെ സ്പീക്കർ, രാജ്യസഭയിലെ വൈസ് പ്രസിഡന്റ് ആണ്, അവർ ആ മോഷൻ അഡ്മിറ്റ് ചെയ്യുക പോലും ഇല്ലായിരിക്കും. പക്ഷേ ജനാധിപത്യത്തിന്റെ ഒരു മാർഗമാണ് ഇലക്ഷൻ കമ്മീഷനിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല എന്ന് രേഖപ്പെടുത്തിയാണ് പാർലമെന്റിനകത്തും പുറത്തും. പിന്നെ കോടതിയിൽ പോകേണ്ട കേസുകൾ കോടതിയിൽ പോവുകയും ചെയ്യാം. ഈ എല്ലാ രീതിയിലും ജനങ്ങൾക്ക് ബോധവൽക്കരണം നടത്തുക എന്നുള്ളത്, ജനങ്ങൾക്ക് ഇത് അറിയുകയാണെങ്കിൽ ജനങ്ങളുടെ കയ്യിലാണ് ഇപ്പോൾ പന്തെന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ഇങ്ങനെയെല്ലാം ചെയ്യുന്നുണ്ടെങ്കിൽ, ഇതൊക്കെ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ വീണ്ടും ഈ തീവ്ര വലതുപക്ഷമായിട്ടുള്ളവര് അല്ലെങ്കിൽ ഇതിലെ ന്യായം കണ്ടെത്തുന്നവർക്ക് വീണ്ടും ഭരണത്തിലെത്താനുള്ള, പക്ഷേ ജനങ്ങളുടെ കയ്യിലേക്ക് ആ തീരുമാനം വെച്ചു കൊടുക്കുന്നതിനെയാണ് ഇവിടെ അട്ടിമറി നടത്താനുള്ള ശ്രമമായിട്ട് BJP വ്യാഖ്യാനിക്കുന്നത്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.